ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് മുത്തുമണികളെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ നോമ്പ് തുടങ്ങാറായി. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വരുന്നതാണ് ബറേത്ത് രാവ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒതുക്കലും കാര്യങ്ങളും, നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീനിങ്ങും മാറാമ്പിലടിക്കാനുണ്ട്, അടിച്ചു വാരാനുണ്ട്, കുറേ ഒതുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. പരസ്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് ഈ പാവത്തിനൊന്ന് സപ്പോർട്ട് ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് മസ്റ്റായിട്ടുള്ള കാര്യം കേട്ടോ. ലൈക്കും വ്യൂസൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഇതേ ചപ്പാത്തിയാണ് കേട്ടോ രാവിലത്തെ കുറച്ച് പരിപാടി. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇപ്പോൾ ചിക്കൻ കറി ഉള്ള കാരണം കൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും മാത്രം കേട്ടോ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ചോറ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ മൊത്തം ഞാൻ ഇന്ന് ക്ലീനിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ കറിയൊക്കെ വെച്ച് വെക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ ചോറ് മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ രാവിലേക്ക് ഇത് ചപ്പാത്തി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിക്ക് ഗോതമ്പ് പൊടി കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ചപ്പാത്തി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ കറി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മാത്രമുള്ള കാരണം കൊണ്ട് അധികം കറിയൊന്നും വേണ്ടി വരില്ല കേട്ടോ. കുറച്ച് തന്നെ മതിയാവും. ഇതന്നെ ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കും ഉണ്ടാവും, ചിലപ്പോൾ വൈകുന്നേരത്തേക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ ചപ്പാത്തിക്കൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ എല്ലാതും അങ്ങോട്ട് കാണിക്കുന്നില്ല കേട്ടോ, ഭയങ്കര ലെങ്ത്തായി പോകും വീഡിയോക്ക്. അപ്പോൾ ചിലവർ പറയും ലെങ്ത്ത് കുറയ്ക്കാൻ പറയും, ചിലവർ പറയും ഇതെന്താ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടാൻ പറയും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച ആദ്യം. ഇനിയിപ്പോൾ എന്തായാലും പുതപ്പും ബെഡ്ഷീറ്റൊക്കെ മാറ്റണം. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ, നമുക്ക് ആദ്യം പുറമൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം വെച്ചാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ബ്രഷില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതാവുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനത്തെ ജനലൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് റിസ്ക് പിടിച്ച കാര്യമാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത്. നമ്മൾ മാറാമ്പല ചൂല് കൊണ്ടൊന്നും അടിച്ചാൽ അതങ്ങനെ പോവില്ല. അപ്പോൾ ഇതുപോലത്തെ പെയിൻ്റ് അടിക്കുന്ന ചെറിയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത് പകലാണ് കേട്ടോ. സാധാരണ ഞാൻ നൈറ്റാണ് ഇരുന്നിട്ട് വോയിസ് കൊടുക്കാറ്. അപ്പോൾ എന്താ വെച്ചാൽ മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് ടി വിയുടെ സൗണ്ടും ഇല്ല, പുറത്തത്തെ സൗണ്ടും ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു നിശബ്ദമാണല്ലോ. അപ്പോൾ ആ സമയത്താണ് വോയിസ് കൊടുക്കാറ്. പക്ഷെ ഇന്ന് എനിക്കിപ്പോൾ വൈകുന്നേരം അങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മാറാമ്പിലൊക്കെ അടിച്ച് ആകെ പൊടിയും ഇതൊക്കെ തട്ടി ജലദോഷവും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ തുമ്മലൊക്കെ ആയിട്ട് ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ രാത്രി ചിലപ്പോൾ പെട്ടെന്ന് കിടന്നുറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പകൽ തന്നെ വോയിസ് കൊടുത്തേക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നാളെ ഇടാനുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ എപ്പോഴും തലേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ് പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എനിക്ക് ചിലപ്പോൾ വൈകുന്നേരം ഉറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇടാൻ വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്തായാലും പകൽ തന്നെ വോയിസ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എന്നെ വീഡിയോ എടുക്കാനൊക്കെ സഹായിക്കുന്നത് ദിലുവാണ് കേട്ടോ. എന്തായാലും എൻ്റെ ഫോൺ സ്റ്റാൻഡ് ചെറുതായിട്ടൊരു കാല് ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 കാലുണ്ട്. ആ 2 കാലുമ്പോൾ നിൽക്കില്ല, 3 കാലുണ്ടെങ്കിൽ അത് നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇവരിത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് മാറിപ്പോവാനായിട്ട്, എന്നാലും അവർ എൻ്റെ അടുത്തേക്ക് തന്നെ വരും കേട്ടോ. അപ്പോൾ ചൂലും കൊണ്ട് ഞാനിങ്ങനെ ഇപ്പോൾ കിട്ടുമെന്ന് പറയുമ്പോൾ ഓടിപ്പോകും കേട്ടോ. അപ്പോൾ വീണ്ടും വരും കേട്ടോ. അങ്ങനെ വീഡിയോസ് എടുക്കാൻ എന്നെ സഹായിക്കാനായിട്ട് ദിലുണ്ട്. അപ്പോൾ ഞാൻ ആളോടും പറഞ്ഞിട്ടുണ്ട് കുറച്ച് നീങ്ങി നിന്നോളൂ, പൊടി തട്ടണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്കും കൂടി വയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല. ഇനിയിപ്പോൾ നോമ്പൊക്കെ തുടങ്ങുമ്പോഴേക്കും അല്ലാതെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പുറം ഭാഗമാണ് കേട്ടോ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അടിച്ചു വരുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയായിരിക്കും കേട്ടോ പൊടി പാറിപ്പോകുന്നത്. അത്രയ്ക്കധികം പൊടിയുണ്ട് കേട്ടോ ഇവിടെ, പ്രത്യേകിച്ചും വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ കൂടുതലായിട്ടുള്ള. പുറത്തുണ്ട് എന്നാലും അകത്ത് നല്ല പോലെ ഉണ്ട് കേട്ടോ. അത് മറ്റേ മണ്ണിൻ്റെ ചുമരായ കാരണം കൊണ്ട് തന്നെ ചുമരുമ്മലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും പൊടി. പിന്നെ പ്രത്യേകിച്ചും ഈ വേനൽക്കാലം ആകുമ്പോൾ പൊടിമണ്ണാണ് കേട്ടോ. 2 സൈഡിലും, വീടിൻ്റെ 2 സൈഡിലും പൊടിമണ്ണ്. റോട്ടിൽ നിന്നും വരും, കാറ്റത്ത് വാതിൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റടിച്ച് അങ്ങോട്ട് കയറുമ്പോൾ പൊടി അടക്കം കയറും. അതുപോലെ തന്നെയാണ് കേട്ടോ ബാക്ക് ഭാഗത്തായാലും. ബാക്കിൽ എന്നാലും അധികം കുഴപ്പമില്ല. പക്ഷേ 2 സൈഡിലും നല്ല പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സൈഡ് ജനൽ ഞങ്ങൾ അധികം തുറന്നിടാറില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ജനൽ തീരെയും തുറക്കാറില്ല കേട്ടോ. എന്നുവെച്ചാൽ അതിൻ്റെ സ്ക്രൂ ഒക്കെ പോയിരിക്കുക. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അവിടെ കമ്പിയൊക്കെ ഇട്ട് കെട്ടി വെച്ചേക്കാം. തൊട്ട് കഴിഞ്ഞാൽ കൈപ്പെടും.
പിന്നെ ഇത് ഈ കാണുന്ന ഭാഗമൊക്കെ കണ്ടോ നല്ലപോലെ ചെതലൊക്കെ പിടിച്ച് ചെതലൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും ഇങ്ങനെ ഓരോന്ന് വീഴുന്നത്. അത് വേറെ ഒന്നല്ല കേട്ടോ, ചെതലാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പണികളൊക്കെ രാവിലെ തന്നെ അല്ലെങ്കിൽ തലേദിവസം തന്നെ കുറച്ച് പണികളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തിടും. ഇത് കണ്ടോ ചെതലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അടർന്നടർന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് പട്ടികയാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ പാത്തൂസിൻ്റെയും സുഡാപ്പിയുടെയും കലാവിരുതുകളാണ് കേട്ടോ അത് ഈ ചുമരുമ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ വീട്ടിലേക്ക് താമസാക്കിയ സമയത്ത് പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഇവിടെ പെയിൻ്റ് അടിച്ചിട്ട് 5-6 വർഷമാകാറായിട്ടുണ്ട് ഏകദേശം പെയിൻ്റ് അടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം നടക്കില്ല. ഇൻഷാ അള്ളാ അടുത്ത നോമ്പിനെങ്കിലും ഒന്നും വിചാരിക്കുന്നുണ്ട് പടച്ചോൻ. പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ബാത്തൂസിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കൊന്നും ഇങ്ങനെ സ്റ്റോപ്പായി പോകുന്നത്. അങ്ങനെ ഏകദേശം ക്ലീനിങ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പുറം ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ എറയും അതുപോലെ തന്നെ റൂം മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. റൂമല്ല കേട്ടോ, റൂമൊന്നുമില്ലേ ഇവിടെ. റൂമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, റൂമൊന്നുമല്ല, ഒരു ഹാള്. ഈ കാണുന്നത് ഒരു എറയും പിന്നെ ഒരു ഹാള് മാത്രമാണുള്ളത്. പിന്നെ അടുക്കളയാണ് കേട്ടോ. ഇവിടെ റൂമായിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് ആദ്യം ക്ലീൻ ചെയ്തെടുക്കുക വെച്ചാൽ അധികമൊന്നും പൊടികളൊന്നും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ അകത്ത് തീരെയില്ല. ഉണ്ട് കേട്ടോ, എറയത്ത് ഉണ്ട് പൊടി, എന്നാലും വലിയ അങ്ങോട്ട് ഇല്ല. എന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പാണ് ഞാനിവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അധികം പൊടിയില്ല. എന്നാൽ അത്യാവശ്യം പൊടി ഉണ്ടോ എന്താനും അങ്ങനെയാണ് കേട്ടോ. കറക്റ്റ് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലെ ഫാനിൻ്റെ മുകളിലൊന്നും അധികം പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഫാനെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഫാന് കേടായിട്ട് നിൽക്കുക. അത് നമ്മൾ ചൂലോ അല്ലെങ്കിൽ വേറെ കോലൊക്കെ വെച്ച് തട്ടിക്കൊടുത്താലാട്ടോ ആ ഫാന് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇറയത്തൊന്നും ഇങ്ങനെ അങ്ങനെ അധികം വന്നിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. പിന്നും തിരുവാണ് കേട്ടോ, ഓരോന്ന് എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വന്നിരിക്കുകയുള്ളൂ. എന്നാൽ അധികം അകത്ത് തന്നെയാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ ചവിട്ടിയിലൊക്കെയാണ് കേട്ടോ നല്ല പൊടി. നമ്മൾ എത്ര അടിച്ച് വാരിക്ക് എന്നും ഡെയിലി രാവിലെയും വൈകിട്ടും ചവിട്ടിയൊക്കെ കുടഞ്ഞ് നമ്മൾ വിരിക്കുന്നതാണ്. പക്ഷേ എന്നാലും നല്ല പോലെ മണ്ണുണ്ടാവും കേട്ടോ. അത് കാരണം തന്നെ ഞാൻ ഇവിടുത്തെ ഫ്രണ്ടിലത്തെ വാതിൽ അധികം അങ്ങനെ തുറന്നിടാറില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇവിടെ ഇങ്ങനെ ബെഡ്ഷീറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ ഇവിടെ ബെഡ്ഷീറ്റ് കെട്ടിയിട്ടുള്ളത്. ഇത് പഴയ വീടല്ല, അപ്പോൾ മണ്ണ് ചുമരായ കാരണം കൊണ്ട് അതും വന്ന് മണ്ണിങ്ങനെ പൊടിഞ്ഞ് വീഴും. അപ്പോൾ മക്കളൊക്കെ ഇവിടെ കിടക്കുന്ന ടൈമിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും അത് കണ്ണിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവർ കളിക്കുമ്പോൾ ഇങ്ങനെ കയറി കട്ടിലിൻ്റെ ആ കാലുമൊക്കെ ഇങ്ങനെ കയറിയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ബ്രഷ് കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ക്ലീനായി കിട്ടുന്നത്. ഇതേ കണ്ടോ, ഇങ്ങനത്തെ ജനലൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലായിടത്തേക്കും ഈ ബ്രഷ് ഇട്ട് നമുക്കിങ്ങനെ എത്തിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ചെറിയ ചെറിയ ഹോൾസ് ആയാലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അതേ ബൾബിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ പൊടി. ഞാനിത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. നല്ല പോലെ തന്നെ പൊടിയുണ്ട് കേട്ടോ. കണ്ടോ, ഇത്ര ഇറയത്ത് ഇത്ര അധികം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ കിടക്കുന്ന ആ ഒരു സ്ഥലത്താണ് കേട്ടോ നല്ലപോലെ പൊടിയുള്ളത്. അപ്പോൾ എന്തായാലും പറയാത്തിനനുസരിച്ച് ക്ലീൻ ചെയ്യണമല്ലോ, അപ്പോൾ അത് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. എന്നാലും ഞാനിപ്പോൾ ഒരു മാസവും കൂടി ആയിട്ടില്ല കേട്ടോ. ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ടും കണ്ടില്ല ഇത്രയ്ക്കധികം പൊടിയുണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ജലദോഷമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും വീണ്ടും വരും. നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടോ അതെ. ഇപ്പോൾ ഈ ഫാനുകളൊക്കെ കണ്ടോ, ഈ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബ്രഷ് വെച്ച് നമ്മളിങ്ങനെ തട്ടി കൊടുത്തിട്ട് പിന്നെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ നല്ല നനഞ്ഞത് വെള്ളത്തോട് കൂടി തുടക്കരുത് കേട്ടോ. മുറുക്ക പിഴിഞ്ഞിട്ട് വേണം കേട്ടോ ഫാനൊക്കെ തുടച്ചെടുക്കാനായിട്ട്. ഇതേ കണ്ട ചുമരിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടലും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ, ഇവിടെ നിന്നല്ല എല്ലാ അകത്തും ഉണ്ട് കേട്ടോ. ഇറയത്ത് മാത്രമാണ് ശരിക്കും ഒരു നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത് കേട്ടോ. ബാക്കി ഭാഗങ്ങളൊക്കെ കണക്ക് തന്നെയാണ്. പടച്ചോൻ എന്താ പറയുക, പട്ടയൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി തരികയാണെന്നുണ്ടെങ്കിൽ, പടച്ചോൻ വിചാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്താക്കി തരികയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ കാര്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കേട്ടോ. കുറേ പേര് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ. അങ്ങനെ ദേ ഇവിടെ ഞാനതേ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിൻ്റെ ശേഷം അടുത്ത ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ബെഡ്ഷീറ്റ് ഇട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരെണ്ണം ഇപ്പോൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നല്ല നീളമുണ്ട് കേട്ടോ, വീതി ഉണ്ട്. മറ്റേത് ഞാൻ ആദ്യം കെട്ടിയായിരുന്നത് ബെഡ്ഷീറ്റ് കെട്ടിയിട്ട് പിന്നെ ഒരു ഷാളും കൂടി ആയിരുന്നു അറ്റത്ത് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് അത്യാവശ്യം നല്ല ബെഡ്ഷീറ്റാണ് കേട്ടോ. അത് നമ്മളെ ഡബിൾ കട്ടിലിൻ്റെ ബെഡ്ഷീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ വിരിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ താഴേക്ക് എത്തുന്ന രീതിയിൽ ഞാനവിടെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡിൽ പൊടിയൊക്കെ ഞാൻ തട്ടി കളഞ്ഞിട്ടുണ്ട്. എന്നാലിപ്പോൾ ഞാൻ അവിടെ നിന്ന് താഴെ നിന്ന് കയറി ആ ഒരു ചെറിയൊരു പൊടിയുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തട്ടി കൊട്ടി അങ്ങനെ വൃത്തിയാക്കി ഇടണം.
അപ്പോൾ അതൊന്നും ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് കാണിക്കുന്നില്ല കേട്ടോ, ലെങ്ത്ത് വല്ലാണ്ട് കൂടി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും വരും, ചിലർ ലെങ്ത്ത് കുറയ്ക്കാനൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതേ ബെഡൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ തലേണ കവറൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, അതൊക്കെ അവിടെ വെള്ളത്തിൽ മുക്കി വെക്കാൻ പോവാണ് കേട്ടോ ഇനിയിപ്പോൾ അലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതെ ബക്കറ്റിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് തുടച്ചെടുക്കാനുള്ളത്, അതിലേക്ക് ഞാൻ തുടയ്ക്കുന്ന ലിക്വിഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് തുടച്ചെടുക്കാം. തുടയ്ക്കുന്നതായാലും ഞാൻ ഫുള്ളൊന്നും എടുക്കുന്നില്ല കേട്ടോ, വീഡിയോസൊക്കെ കുറേശ്ശെ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മൊത്തത്തിലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, കാണുന്നവർക്കും അതൊരിത് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകും. ഇതന്നെ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകണമെന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലെങ്ത്തൊക്കെ അങ്ങോട്ട് വല്ലാണ്ട് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ തുടയ്ക്കലൊക്കെ ഏകദേശം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഞാൻ തുടക്കം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അങ്ങനെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് നമ്മുടെ ചവിട്ടിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് മുക്കി വയ്ക്കാനായിട്ട്. ഇതേ ബക്കറ്റിൽ സോപ്പും പൊടിയൊക്കെ വെള്ളത്തിൽ ഇപ്പോൾ ചവിട്ടി മുക്കി വയ്ക്കണം. ഞാൻ പഴയ ഒരു ബക്കറ്റ് ഉണ്ട് കേട്ടോ, പൊട്ടിയ ബക്കറ്റ്, അതിലാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ പഴയ സാധനങ്ങൾ ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ ചവിട്ടി, പിന്നെ തുടയ്ക്കുന്ന തുണി, അതുപോലെ തന്നെ പിടിക്കുന്ന തുണി, അടുക്കളയിൽ നമ്മൾ പിടിക്കാനൊക്കെ ഉപയോഗിക്കുമല്ലോ, ആ തുണിയൊക്കെ മുക്കി വയ്ക്കുക. നല്ല ബക്കറ്റിലൊന്നും അല്ല കേട്ടോ. പിന്നെ അതൊക്കെ അങ്ങോട്ട് മുക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ ഇത് അലക്കാനുള്ളത് ബെഡ്ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, 2 ദിവസമായി വെള്ളം ഇല്ലാണ്ട്, പോയൊക്കെ കഴിഞ്ഞതാണ്, എന്നിട്ട് പോലും വെള്ളം വന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താ കഥ എന്നറിയില്ല. സാധാരണ അറിയാറുണ്ട് പൈപ്പ് പൊട്ടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടായിരിക്കും വെള്ളം വരാത്തത്. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഫർമേഷനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ടാങ്കിൽ നിന്ന് വെള്ളം കുറേശ്ശെ മുക്കി. ഈ കാണുന്ന ഈ ടാങ്കിലുള്ള വെള്ളം തന്നെയുള്ളൂ കേട്ടോ, അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെള്ളം കോരിക്കൊണ്ട് വരേണ്ടി വരും. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് അലക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ വെള്ളം വരും കേട്ടോ, ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലിടുന്നതിനും ഭേദം നമുക്ക് കയ്യിൽ അലക്കിയെടുക്കുകയായിരിക്കും നല്ലത്. അതാകുമ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം മതിയാവും കേട്ടോ. വാഷിംഗ് മെഷീനിലാകുമ്പോൾ കുറേ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് കുറേശ്ശെ വെള്ളം എടുത്ത് അങ്ങോട്ട് ഊരി ഇട്ടാൽ മതി വെച്ചിട്ട് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ അവിടെ മുക്കി വയ്ക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്നെടുത്തൊന്ന് കഴുകണം എന്ന് വിചാരിക്കേണ്ടത്, നടക്കുമെന്നറിയില്ല, എന്തായാലും നോക്കാം. അങ്ങനെ അലക്കാനുള്ളതൊക്കെ ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് ഞാൻ പിന്നെ വന്ന് അലക്കാൻ നിൽക്കണത്. അപ്പോൾ ആ സമയത്ത് അവിടെ പാത്തൂസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാത്തൂസും സുഡാപ്പി നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരണ്ടെന്ന് വെച്ചാൽ ഇവിടെ അലക്കണോടത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ നിൽക്കണോടത്ത് മാത്രമേ വെയിലുള്ളൂ, അങ്ങോട്ട് വെയിലില്ല കേട്ടോ. പിന്നെ ഈ അലക്ക് കല്ല് നല്ലൊരു അലക്ക് കല്ലായിരുന്നു കേട്ടോ, അതിൻ്റെ അടിയിൽ കിടക്കുന്നത്. ഇപ്പോൾ മുകളിലത്തെ കല്ലല്ല, ഞാൻ ഇപ്പോൾ അലക്കുന്നല്ല അതിൻ്റെ അടിയിലുള്ളത്. പക്ഷെ അത് സിമെൻറ്റിൻ്റെ ഇതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇട്ട് ഉരയ്ക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൻ്റെ ഒക്കെ തൊലി പോകും, ഭയങ്കര ഒരാണ് കേട്ടോ. അപ്പോൾ ഇതവിടെ നമ്മൾ ബാത്റൂം പൊളിച്ച സമയത്ത് ഒരു കരിങ്കല്ലുണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഞാൻ. ഇതാകുമ്പോൾ അലക്കാനും സുഖം, ഒന്നും കൂടി ഹൈറ്റ് കിട്ടിയല്ലോ. ഞാൻ നല്ല ഹൈറ്റുള്ള ആൾ തന്നെ ആയ കാരണം കൊണ്ട് അത്രയ്ക്കധികം അങ്ങോട്ട് കുനിയണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാകുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ അലക്കാം. മറ്റേ ഞാൻ അങ്ങനെ വെച്ച് വരയ്ക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൻ്റെ എന്നും തൊലി പോകാനാണ് കേട്ടോ പതിവ്. ഇനിയിപ്പോൾ എന്തായാലും അതവിടെ കിടക്കട്ടെ വെച്ചിട്ട് അങ്ങനെ പെറുക്കി കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ. ഞാൻ എന്നെ കൊണ്ടുവന്നതാണ്, നല്ല കനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുണികളൊക്കെ ഇതിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതും ഞാൻ മൊത്തത്തിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഓരോ ചെറിയ ഭാഗങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ എന്തിനാണ് ഞാൻ ഈ ബോറടിപ്പിക്കുന്നത്? കുറച്ച് പേരെങ്കിലും കാണും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ. ഉറപ്പൊന്നും എനിക്കറിയില്ല, എത്ര പേര് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഭാഗങ്ങളായിട്ട് എടുത്ത് പിന്നെ ഇതൊക്കെ സ്പീഡ് അങ്ങോട്ട് കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അലക്കലൊക്കെ ഏകദേശം ഇതാകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇത് വീണ്ടും കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചൂടാപ്പിയും പാത്തൂസും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ഞാൻ അങ്ങോട്ട് നീങ്ങി കളിച്ച് ഇവിടെ വന്ന് നിൽക്കാണ്ടാലും മേത്തിക്കൊക്കെ തെറിക്കും. കുളി കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ മേത്തിക്ക് തെറിപ്പിക്കേണ്ട, തെറിപ്പിച്ച ആ പേരിൽ പിന്നെ അവർ പോയിട്ട് വെള്ളത്തിലും മണ്ണിലൊക്കെ കളിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും അവിടെ നിൽക്കുക, എൻ്റെ അലക്കങ്ങളും കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ നിങ്ങളെ കുളിപ്പിച്ച് തന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ തന്നെ. അപ്പോൾ അവരെന്തായാലും അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ കളിക്കാനായിട്ട്. അങ്ങനെ പാത്തൂസും സുഡാപ്പിയും ആ കുട്ടിയുടെ കൂടെ അവിടെ റോട്ടിൽ കളിക്കുന്നുണ്ട്. പിന്നെ മൂത്താളും ഉണ്ട് കേട്ടോ അവിടെ റോട്ടിൽ, പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരടുത്ത് എനിക്ക് കുറച്ച് പണിയുണ്ടോ, ഒന്ന് നോക്കിക്കോളൂ ഉണ്ണികളെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവരവിടെ നോക്കി ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിക്കുമ്പോൾ. പിന്നെ ഇതേ വേഗം തുണിയൊക്കെ അങ്ങോട്ട് ആറിയിട്ടു. പിന്നെ ഞാൻ ഈ വീഡിയോ അവിടെ വെച്ച് വീഡിയോ എടുക്കുന്നത് ചെടിയുടെ മുകളിലായിട്ടാണ് വെച്ചത്. അപ്പോൾ ആ കാറ്റത്ത് ചെടി അങ്ങോട്ട് ഇളകി ഫോൺ അങ്ങോട്ട് മറഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി ഭാഗമായിട്ട് അതിൻ്റെ കിട്ടിയിട്ടുള്ളൂ, കുറച്ച് ഭാഗം മാത്രമേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ, ക്ലീനിങ്ങും ഫുഡിങ്ങും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ അസ്സലാമു അലൈക്കും.